മുഴുവൻ ജീവിതത്തിനിടയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൊണ്ട് വധിച്ച ഒരേയൊരു വ്യക്തി ആരാണെന്നറിയാമോ? മുഹമ്മദ്, നിന്നെ ഞാൻ വധിക്കും. മക്കയിലെ തെരുവുകളിൽ വെച്ച് ഒരാൾ പ്രവാചകനെ നോക്കി നിരന്തരം പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു യുദ്ധകളത്തിൽ വെച്ച് ആ ഭീഷണി മുഴക്കിയവൻ തന്നെ പ്രവാചകന്റെ കൈകളാൽ അന്ത്യം കുറിച്ചു. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന ആ ശത്രുവിൻ്റെ കഥയാണിത്. മക്കയിലെ പൊടിപിടിച്ച തെരുവുകൾ. അവിടെ ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫ് തൻ്റെ കുതിരക്ക് തീറ്റ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴി കടന്നു പോകുമ്പോൾ ഉബയ്യ് പരിഹാസത്തോടെ വിളിച്ചു പറയും, മുഹമ്മദ്, നിന്നെ വധിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വളർത്തുന്ന കുതിരയാണിത്. ഇതിന്മേൽ സവാരി ചെയ്തു വന്ന് ഒരു ദിവസം ഞാൻ നിന്നെ വധിക്കും. ശാന്തനായി പ്രവാചകൻ മറുപടി നൽകി, ഇല്ല ഉബയ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനായിരിക്കും നിന്നെ വധിക്കുക. പ്രവാചകന്റെ ആ വാക്കുകൾ ഉബയ്യിൻ്റെ ഉള്ളിൽ ഒരു ഭയത്തിൻ്റെ വിത്തുപാകി. വർഷങ്ങൾ കടന്നുപോയി. ഹിജ്റ 3-ാം വർഷം. ഉഹദ് യുദ്ധക്കളം. പോരാട്ടം കൊടുമ്പിരി കൊള്ളുന്ന സമയം. ദൂരെ നിന്ന് തൻ്റെ കുതിരപ്പുറത്ത് ഒരാൾ പ്രവാചകനെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുന്നത് കണ്ടു. അത് ഉബയ്യ് ഇബ്നു ഖലഫായിരുന്നു. മുഹമ്മദ് ഇന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്ക് രക്ഷയില്ല എന്ന് അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അനുചരന്മാർ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവാചകൻ അവരെ വിലക്കി. തനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് ഒരു ചെറിയ കുന്തം വാങ്ങി പ്രവാചകൻ ഉബയ്യിന് നേരെ എറിഞ്ഞു. അത് അയാളുടെ കഴുത്തിന് താഴെ ഒരു ചെറിയ പോറലേൽപ്പിച്ചു. കുതിരപ്പുറത്ത് നിന്ന് ഉബയ്യ് നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. തൻ്റെ കൂട്ടാളികൾ വന്ന് അയാളെ താങ്ങിയെടുത്തു. ഇതൊരു ചെറിയ പോറലല്ലേ, എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് എന്നവർ ചോദിച്ചു. അപ്പോൾ വിറക്കുന്ന ശബ്ദത്തോടെ ഉബയ്യ് പറഞ്ഞു, മുഹമ്മദ് എന്നെ കൊല്ലുമെന്ന് മക്കയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ മേലൊന്ന് തുപ്പിയാൽ പോലും ഞാൻ മരിച്ചു പോകും. അവൻ്റെ വാക്ക് സത്യമാകാതിരിക്കില്ല. യുദ്ധം കഴിഞ്ഞ് മക്കയിലേക്കുള്ള മടക്കയാത്രയിൽ സെരിഫ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ഭയവും മുറിവും കാരണം ഉബയ്യ് മരണപ്പെട്ടു. പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട് വധിച്ച ഏക വ്യക്തിയായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ്. ആ വാക്ക് അങ്ങനെ സത്യമായി.